ഇത്രയും നാൾ ഇവർ ലേഡീസ് കാർഡ് ഇറക്കി കളിക്കായിരുന്നു. എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ തന്നെ സ്ത്രീകളാണ് ഞങ്ങൾക്ക് നിങ്ങൾ അങ്ങനെ അത് പക്ഷേ അത് ഇവിടെ തന്നെ പൊളിച്ചടക്കിയിട്ടുണ്ട്. ആ അൻസിബ എന്ന് പറഞ്ഞ കുട്ടി ലാസ്റ്റ് കയറി പറഞ്ഞ് എല്ലാവർക്കും കണ്ണ് നിറയുന്ന പോലെയാണ് ആ കുട്ടിയുടെ കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഇത്രയും സ്ത്രീകൾക്ക് തന്നെ ഇത്രയധികം ഉപദ്രവം നടത്തിക്കൊണ്ടിരുന്ന ഈ ഒരു കമ്മിറ്റി അവർ തന്നെ രാജിവെച്ച് പോവുകയാണ് ഉണ്ടായത്. അതെ, ആ ട്രഷറർ പറഞ്ഞു ഞാനതിനകത്ത് ഉത്തരവാദിത്തേക്കില്ല. അതുപോലെ തന്നെ ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാർ കൈയൊഴിഞ്ഞു, വക്കീലുമാർ കൈയൊഴിഞ്ഞു. അങ്ങനെ ഒരു കാര്യവും ചെയ്യാതെ 100 പ്രാവശ്യം ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം 15 ദിവസം കൂടി ഇതാ, 25 ദിവസം കൂടി 45 ദിവസം കൂടി ഇതാന്ന് പറയുമ്പോൾ എങ്ങനെയാ അത് മുന്നോട്ട് പോവാ? കാരണം ഇത് കുറെ അല്ലല്ല അതെല്ലാം എന്റെ കമ്മിറ്റി എന്ന് പറയല്ല. ഞാൻ ഒരു അഡ്ഹോക് കമ്മിറ്റിയുടെ ഒരു ഭാഗം മാത്രമായിരുന്നു. എനിക്കൊരു കമ്മിറ്റി ഉണ്ടായിട്ടില്ല. സിദ്ദീഖ് രാജിവെച്ച് പോയ കമ്മിറ്റിയിൽ അഡ്ഹോക് കമ്മിറ്റിയുടെ ചുമതല ഏറ്റെടുത്തിട്ട് നമ്മൾ നടത്തിയ കാര്യങ്ങളാണ്. അതിന്റെ എല്ലാ കണക്കുകളും കൃത്യമായി കൊടുത്തിട്ടുണ്ട്. പക്ഷെ അന്ന് ആ കണക്ക് നോക്കിയിരുന്ന അപ്പു എന്ന് പറഞ്ഞവന് ശമ്പളം കൊടുത്തിട്ടില്ല. അതുകൊണ്ടാവും അന്ന് കണക്കും പറഞ്ഞിട്ടില്ല. ഒരാളും ഇല്ലല്ലോ കുറ്റാരോപിതർ. നിങ്ങൾ ഒരാളെ പറയും, ശ്വേതയ്ക്ക് എന്തും പറയാം. അവരിവിടെ അതിന് മറുപടി നിങ്ങൾ അൻസിബ പറഞ്ഞ എന്താന്ന് കേട്ടാൽ മതി. ട്രഷറർ ഉണ്ണി ശിവൻ എന്താന്ന് പറഞ്ഞിട്ട് നമ്മളോട് പറഞ്ഞ തന്നെ കാര്യങ്ങൾ ഒരാൾക്കും മിണ്ടാനുണ്ടായില്ലല്ലോ. ആ കുട്ടിയുടെ കാര്യം പരാതി കേൾക്കേണ്ട ആരാണ്? ശ്വേതയായിരുന്നു. നത്തിങ് ടു ഡു വിത്ത് അമ്മ എന്ന് പറയുന്ന ഒരു പ്രസിഡന്റിനെ കൊണ്ട് എങ്ങനെ ഇവിടെ സ്ത്രീകൾക്ക് കിട്ടും? ഇവിടെ അങ്ങനെ സ്ത്രീകൾക്കാടല്ല വേണ്ടത്. ഇവിടെ നമുക്ക് എല്ലാവരുടെയും കാര്യം നമുക്കറിയാം. ഓൾറെഡി തന്നെ നമുക്ക് പലതും ഫേസ് ചെയ്യുന്നതാണ്. അപ്പം അങ്ങനെ ഒരു സ്ത്രീ എന്നുള്ളൊരു ഇതുകൊണ്ട് മാത്രം മുന്നോട്ട് ഇന്ന് ഞാൻ നോക്കുമ്പോൾ കുക്കും ശ്വേതയും ഒരൊറ്റ കെട്ട്, ഒരു ബെഞ്ച്, ഒരു കാര്യത്തിൽ ഭയങ്കര ഐക്യം. കപടമല്ല ഇവരെ കാണിക്കുന്നത്. അങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ ഇപ്പൊ നല്ല ആൾക്കാരുടെ കമ്മിറ്റി വന്നിട്ടുണ്ട്. ഈ പുതിയ അഡ്ഹോക് കമ്മിറ്റിയിൽ രമേശ് പിഷാരടി ലീഡ് ചെയ്യുന്ന ഗംഭീരമായ കമ്മിറ്റി വന്നിട്ടുണ്ട്. അതിനകത്ത് ഗണേഷ് കുമാറൊക്കെ ഉണ്ട്. എനിക്കറിയില്ല, ലിസ്റ്റ് അവർ വരുമ്പോ പറയും. ഞാനില്ല നേതൃത്വം വന്ന് ഒരു വർഷം പോലും ആയിട്ടില്ല. അതിന്റെ ഇടയിലാണ് സംഘടന ഇങ്ങനെ ഒരു പൊട്ടിത്തെറിയിലേക്ക് വീണ്ടും പോയത്. ഇത് അമ്മയെ കൂടുതൽ അല്ലല്ല, നിങ്ങൾക്കറിയാലോ എന്താണ് അവർ പറഞ്ഞു കൂട്ടുന്നത്. 4 കേസുകളാണ് ഉള്ളത്. ഇതെല്ലാം അമ്മയിൽ ചെയ്തേണ്ട കാര്യമോ? ടീനി ടോമും അൻസിബയും തമ്മിലുള്ള കേസുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒറ്റ പ്രാവശ്യം കൈകൊടുത്ത് വിരിയിക്കവരെ കൊണ്ട്. അതുകൊണ്ട് അതിനകത്ത് എണ്ണ ഒഴിച്ച് നീട്ടിച്ച് കോടതിയിലേക്ക് കൊണ്ടുപോയില്ല. ഇത് അവരെല്ലാം സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി, സ്വന്തം ലാഭത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങളാണ് കാണുന്നത്. അഡ്ഹോക് കമ്മിറ്റി ഇപ്പൊ തൽക്കാലം 4 മാസത്തേക്കാണ്. അത് തൽക്കാലം 4 മാസമാണ്. അത് ഇനിയും തുടർന്ന് മുന്നോട്ട് പോകാം അടുത്ത ഇലക്ഷൻ വരെ. അത് അവർ തന്നെ തീരുമാനിക്കും. സംഘടനയിലെ വരവ് ചെലവ് കണക്കുകളൊക്കെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ദുരൂഹമായിട്ട് നിൽക്കുകയാണെന്നാണോ? കണക്കുകളിലൊന്നും ഒരു വ്യക്തതയില്ല. 67 ലക്ഷം രൂപയുടെ കണക്ക് എനിക്ക് തെറ്റി അയച്ചു. ആ 67 ലക്ഷം രൂപയുടെ കണക്ക് ഇവിടെ കിട്ടിയിട്ടില്ല. കഴിഞ്ഞ കുടുംബസംഗമം നടത്തി 67 ലക്ഷം രൂപയുടെ ഞാൻ വേണ്ടി ഇതിനകത്ത് കാണിച്ചു തരാം. മനസ്സിലായില്ലേ? അപ്പൊ ഇതൊക്കെ ചോദിക്കുമ്പോഴാണ് പ്രശ്നം. മനസ്സിലായോ? അപ്പൊ സ്ത്രീകളുടെ കാർഡ് എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നത് ശരി. അതെ, 67 ലക്ഷം രൂപയുടെ കണക്ക് കിട്ടിയിട്ടില്ല. ഇത് ചാർട്ടേഡ് അക്കൗണ്ടിന്റെ അവരൊക്കെ അയച്ചിട്ട് ദൈവത്തിന്റെ ശക്തി കൊണ്ട് എനിക്ക് വന്നതാണ്. ഇവര് തന്നെ തെറ്റി എനിക്ക് അയച്ചു തന്നത്. ശരിക്കും ഇത് ഒരു വിജിലൻസ് കേസിലേക്ക് പോകേണ്ട കാര്യമാണോ? അല്ല, ഇപ്പൊ തൽക്കാലം എന്തായാലും നമുക്ക് ഇപ്പൊ ചാർജ് എടുത്തിരിക്കുന്ന ആൾക്കാർ നല്ല വിശ്വാസമാണ്. കാര്യങ്ങൾ ഏബിളായിട്ട് നടത്താൻ കഴിവുള്ളവരാണ്. നമുക്ക് നോക്കാം. അല്ല, അതൊന്നും ഞാൻ പറയാൻ ആളല്ല. അതൊക്കെ പുതിയ ഓഡിറ്റിംഗ് കഴിഞ്ഞിട്ട് ഈ അൻസിബയ്ക്കെതിരെ വലിയൊരു വർഗീയ കാർഡ് ഇറക്കിയായിരുന്നു ഇത്ര നാളും. അങ്ങനെ ഒരു പരാമർശമൊക്കെ വന്നിരുന്നു. അതൊക്കെ തീർത്തും അങ്ങനെയൊക്കെ ഒരു പരാമർശം വന്നൊരു ഘട്ടമായിരുന്നു ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങൾ. അൻസിബ അത്തരത്തിലുള്ള ഒരു പരാതി പോലും അതിപ്പോ എല്ലാവരും അവിടെ ആ കുട്ടിയുടെ കൂടെ ആയിരുന്നല്ലോ സംസാരിച്ചപ്പോൾ. അപ്പൊ നമുക്കത് അവിടെ കണ്ടാലറിയാം കാര്യങ്ങൾ. അല്ല, അതൊക്കെ ഓരോരുത്തരുടെ തീരുമാനങ്ങളല്ലേ. നമുക്ക് എന്ത് പറയാൻ പറ്റും? മോഹൻലാലിന്റെ ഒരു നിലപാട് എന്തായിരുന്നു? അല്ല, ലാലേട്ടൻ പറഞ്ഞല്ലോ ജനറൽ ബോഡി എന്ത് തീരുമാനിക്കുന്നു അതിന്റെ കൂടെ ഞാൻ നിൽക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അല്ലല്ല, അതിനേക്കാളും മോശമായില്ല. അതിനു മുമ്പ് ശ്വേത ഇരുന്നപ്പോൾ ഇത്രയും പെൺകുട്ടികളുടെ പ്രശ്നം വന്നത്. നിങ്ങളെല്ലാം വാർത്ത കൊടുത്ത് നാറ്റിക്കായിരുന്നില്ലേ? അല്ല, അത് ശ്വേതയുടെ തീരുമാനം. അത് നമുക്ക് എന്ത് പറയാൻ പറ്റും? അത് ശ്വേത ചിലപ്പോ അത് പുനഃപരിശോധിക്കായിരിക്കും, തിരുത്തുമായിരിക്കും. കുറ്റാപിതർ ആരും ഇല്ലല്ലോ ഇപ്പൊ സുഹൃത്ത്. എനിക്ക് നാളെ നിങ്ങൾക്കെതിരെ വേണമെങ്കിൽ ഒരു കുറ്റം ആരോപിക്കാം. ഏതെങ്കിലും ഒരു മജിസ്ട്രേറ്റിന്റെ അടുത്ത് പോയിട്ട് എന്തെങ്കിലും പറഞ്ഞൂടെ? അതെല്ലാം പക്ഷെ ഇപ്പൊ സംഘടന നന്നായിട്ട് പോകണം, അത്രമാത്രമേ ഉള്ളൂ. കാരണം ഇതിൽ നിന്നും കൈനീട്ടം കിട്ടുന്ന കണ്ടമാനം ആൾക്കാരുണ്ട്. ഇതുകൊണ്ട് സഹായം കിട്ടുന്ന കണ്ടമാനം ആൾക്കാരുണ്ട്. അപ്പോൾ അത് അവർക്ക് ഒരു ഇതും വരരുത്. കാരണം ഇതിനകത്ത് കഷ്ടപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട്. അല്ലാതെ ഇത് ഇന്നലെ കണക്കുകളൊന്നും കണ്ട സഹിക്കില്ല. എനിക്കെതിരെ എന്തും പറഞ്ഞോട്ടെ, എനിക്കെതിരെ ഇപ്പോൾ ആരോപണം. ഈ ശ്വേത തന്നെയല്ലേ കഴിഞ്ഞ പ്രാവശ്യം മറ്റൊരാൾ കേസ് കൊണ്ടു കൊടുത്തപ്പോൾ എന്താ പറഞ്ഞത്? ബാബുരാജാണ് അതിന്റെ പറയുന്നത് പറഞ്ഞു. നിങ്ങൾ തന്നെയല്ലേ എന്നോട് ചോദിച്ചത്?
എന്നിട്ട് എന്താ അതിന്റെ പുറകെ പോകാഞ്ഞ്? ഇപ്പൊ പറയുന്നത് ശ്വേത തന്നെയാണ് അതിന്റെ പുറകിൽ എന്ന് പറയുന്നവരും ഉണ്ട്. അപ്പൊ അതൊന്നും വില പോവില്ല. എനിക്കതിനകത്ത് പ്രശ്നമില്ല. ഞാൻ എല്ലാ ആരോപണങ്ങളും അമ്മയുടെ ജനറൽ ബോഡി ഇന്ന് ഭംഗിയായി കഴിഞ്ഞു. നിങ്ങൾ തന്നെ കുറച്ച് തീരുമാനങ്ങൾ ഇതിനകം അറിഞ്ഞിരിക്കും. എന്തായാലും പഴയ ഭരണസമിതി അവര് രാജിവെച്ചു. അവര് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം. ഒരു വർഷം കൊണ്ട് തന്നെ അമ്മയുടെ അംഗങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി, ഐശ്വര്യത്തിന് വേണ്ടിയൊക്കെ തന്നെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ സംഘടനാപരമായിട്ടുള്ള ചില പാളിച്ചകൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായി. അത് പരിചയക്കുറവ് ഉണ്ടായിരിക്കാം. അതിൽ അംഗങ്ങൾക്ക് അതൃപ്തി ഉണ്ടായിരുന്നു. മാത്രമല്ല, ട്രഷറർ കുറച്ചുനാൾ മാറി നിൽക്കേണ്ടി വന്നതിന്റെ പേരിൽ അക്കൗണ്ട്സ് പ്രോപ്പറായി ഇന്ന് പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അക്കൗണ്ട്സ് നേരത്തെ എത്തിക്കണം എന്നുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അത് പാലിക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ അക്കൗണ്ട്സ് പ്രോപ്പറായി പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഒരു ജനറൽ ബോഡിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അക്കൗണ്ട്സിലെ വേറെ ഏതെങ്കിലും തരത്തിലുള്ള മാനിപ്പുലേഷനോ തിരിമറിയോ ഒന്നും പറയുന്നില്ല. പക്ഷെ പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വലിയ ഒരു പാളിച്ചയായിട്ട് തന്നെ വന്നു. പിന്നെ സംഘടനാപരമായ അംഗങ്ങൾ തമ്മിലുള്ള ചില വാക്ക് തർക്കങ്ങൾ അത് മീഡിയയുടെ മുന്നിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ മീഡിയയുടെ മുന്നിൽ അവതരിപ്പിച്ചു. പൊതുജനങ്ങളുടെ മധ്യത്തില് വളരെ മോശമായിട്ടുള്ള ഒരു ഇമേജ് ചില അംഗങ്ങൾ കാരണം അമ്മയ്ക്കുണ്ടായി എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. അതിലൊക്കെ അംഗങ്ങൾക്ക് അസംതൃപ്തി ഉണ്ടായിരുന്നു. അപ്പോ ഒരു രീതിയിൽ പറഞ്ഞാൽ ഈ അവിശ്വാസ പ്രമേയം ഒക്കെ പ്രസന്റ് ചെയ്തിരുന്നു. അതിനു മുമ്പ് അതിന് അനുമതി തേടിയിരുന്നു. പക്ഷെ അത് അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ അംഗങ്ങളുടെ വികാരം മനസ്സിലാക്കി കഴിഞ്ഞ ഭരണസമിതി രാജിവെച്ച് ഒഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. ഇനി അഡ്ഹോക് കമ്മിറ്റി തൽക്കാലത്തേക്ക് എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ അതിന്റെ കൺവീനർ എന്ന് പറയുന്നത് രമേശ് പിഷാരടി, അദ്ദേഹമാണ് കൺവീനർ. ദെൻ ഇതിൽ 9 മെമ്പേഴ്സിനെയാണ് നമ്മൾ അംഗങ്ങളുടെ നിർദ്ദേശാനുസരണം നമ്മൾ എടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ അംഗം KB ഗണേഷ് കുമാർ, ദെൻ സുരേഷ് കൃഷ്ണൻ, ദെൻ സാദിഖ്, ദെൻ ഡോക്ടർ റോണി, ദെൻ കൃഷ്ണപ്രഭ, ദെൻ ആശ അരവിന്ദ്, ഷാജോൺ കലാഭവൻ, ദേവി ചന്ദന. 9 പേരാണ് ഈ അഡ്ഹോക് കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി അടുത്ത തെരഞ്ഞെടുപ്പ് എന്ന് നടത്തണം എന്നുള്ളത് ഈ അഡ്ഹോക് കമ്മിറ്റിയുടെ തീരുമാനത്തിന് വിട്ടു. അത് അഡ്ഹോക് കമ്മിറ്റി തുടർന്നുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ഉത്തരവാദിത്വം അഡ്ഹോക് കമ്മിറ്റി ഏറ്റെടുത്തു. ഇതിന്റെ കൺവീനറായിട്ട് രമേശ് പിഷാരടിയാണ്. അദ്ദേഹം സമ്മതിച്ചത് വലിയൊരു നല്ല കാര്യമായിട്ട് തന്നെ കണക്കാക്കുന്നുണ്ട്. അപ്പോൾ ഈ അഡ്ഹോക് കമ്മിറ്റി തുടർന്നുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും. അമ്മയുടെ കെട്ടുറപ്പിനെ ഒരു രീതിയിലും ബാധിക്കാത്ത രീതിയിലുള്ള സജീവമായ ചർച്ചകളുണ്ടായിരുന്നു. ഇരുപക്ഷത്തും പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും കഴിഞ്ഞ ഭരണസമിതിയെക്കുറിച്ച് പോസിറ്റീവായിട്ട് പറഞ്ഞവർ ഒരുപാട് പേരുണ്ടായിരുന്നു, നെഗറ്റീവായിട്ട് പറഞ്ഞ ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷേ അവരുടെ ചില ലാപ്സസ് കാരണം, ചില മിസ്റ്റേക്സ് കാരണമാണ് ഇങ്ങനെ ഒരു അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കേണ്ടി വന്നത് അംഗങ്ങൾക്ക്. ആ അവിശ്വാസ പ്രമേയം പാസ്സാകുന്നതിന് മുമ്പ് തന്നെ അംഗങ്ങളുടെ വികാരം മനസ്സിലാക്കി സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞകാല ഭരണസമിതി രാജിവെച്ച് ഒഴിയുകയാണ് ഉണ്ടായത്. എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞകാല ഭരണസമിതി ഇവിടെ സ്ത്രീകൾക്ക് വേണ്ട പ്രാതിനിധ്യമുള്ള ഒരു സമിതിയായിരുന്നു. ഇത് ആ സ്ത്രീകൾ എന്ന നിലയ്ക്കുള്ള അവരുടെ ഒരു രീതിയിലുമുള്ള പരാജയം ഉണ്ടായിട്ടില്ല. സ്ത്രീകളുടെ വിജയം തന്നെയാണ്. അവരുടെ വ്യക്തിപരമായി അവരെല്ലാവരും തന്നെ നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അമ്മയുടെ പ്രവർത്തനങ്ങൾ സജീവമായി പങ്കെടുത്തിട്ടുണ്ട്. ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ക്രിസ്മസിന്റെ ആയിക്കോട്ടെ, ഓണത്തിന്റെ ആയിക്കോട്ടെ, ആ സമയത്തൊക്കെ അംഗങ്ങളുടെ വെൽഫെയറിന് വേണ്ടിയുള്ള കിറ്റുകൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ കറക്റ്റായിട്ട് വിതരണം ചെയ്തു. മെഡിക്കൽ ആ സഹായമൊക്കെ തന്നെ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ആ സ്പോൺസർഷിപ്പിന്റെ കാര്യത്തിൽ കഴിഞ്ഞ കാലത്തെ പോലെ തന്നെ നല്ല സ്പോൺസേഴ്സിനെ സംഘടിപ്പിച്ച് അവരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള ഒരു ലാപ്സും ഉണ്ടായിട്ടില്ല. അപ്പൊ കഴിഞ്ഞകാല ഭരണസമിതിയെ കുറിച്ച് അങ്ങനെ ഒരു പരാതിയില്ല. പിന്നെ സംഘടനാപരമായി അച്ചടക്കത്തിന്റെ കാര്യത്തിൽ, പെരുമാറ്റത്തിന്റെ കാര്യത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നത് ഞങ്ങൾ തുറന്ന് സമ്മതിക്കുന്നു. ഇത് സമൂഹത്തിന് മാതൃകയല്ല. അമ്മയില് അംഗങ്ങളെ മാതൃകയായിട്ടാണ് സമൂഹം നോക്കിക്കാണുന്നത്. അപ്പൊ ആ അംഗങ്ങൾ പരസ്പരം, അതില് വ്യക്തികൾ എന്ന് പറയുന്നത് കുറച്ച് വ്യക്തികൾ മാത്രമേ ഉള്ളൂ, വളരെ
ഒരു ചെറിയ എണ്ണം മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും അത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകും എന്നുള്ളതുകൊണ്ട് അവർക്ക് വേണ്ടിയുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം കൂടി, അവർ ചെയ്തിട്ടുള്ള തെറ്റിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം കൂടി ഏറ്റെടുത്താണ് ഈ ഭരണസമിതി, കഴിഞ്ഞകാല ഭരണസമിതി രാജിവെച്ചൊഴിഞ്ഞത്. അതുകൊണ്ട് മാധ്യമങ്ങളോടുള്ള എന്റെ അഭ്യർത്ഥന എന്ന് പറയുന്നത്, ഇത് സ്ത്രീകൾ നേതൃത്വം നൽകിയ ഒരു ഭരണസമിതി പരാജയമാണ് എന്ന രീതിയിൽ നിങ്ങൾ ഒരു വ്യാഖ്യാനം നൽകരുത്. അത് വിജയം തന്നെയായിരുന്നു. പക്ഷേ അവരുടെ ഭാഗത്തുനിന്ന് ലാപ്സ് ഉണ്ടായി. അത് അംഗങ്ങൾക്ക് ചെറിയ തോതിൽ, ചിലർക്ക് വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടായപ്പോൾ അതിന്റെ വിഷമം അവർ എക്സ്പ്രസ് ചെയ്തു. അങ്ങനെയാണ് ഈ ഭരണസമിതി രാജിവെച്ച് ഒഴിയേണ്ടി വന്ന സാഹചര്യം. ശ്രീരാമനും പറഞ്ഞതേ തന്നെ അകത്ത് കുത്തി എന്നുള്ളത് തന്നെയാണ്. അതായത് ചില ആളുകൾ ചേർന്നുകൊണ്ട് ഈ ഭരണസമിതിയെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിച്ചു, അതുകൊണ്ട് താൻ രാജിവെക്കേണ്ടി വന്നു എന്നുള്ളതാണ് പറയുന്നത്. അല്ല, അത്തരത്തിലുള്ള വ്യക്തിപരമായ വിഷയങ്ങൾ ഇപ്പൊ തീർച്ചയായിട്ടും ഒരു ഭരണസമിതിക്കെതിരെ ചർച്ച വരുമ്പോൾ അതിന്റെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ശ്വേതയുടേതായ വിഷമങ്ങളുണ്ടാവാം, പ്രയാസങ്ങളുണ്ടാവാം, ദുഃഖങ്ങളുണ്ടാവാം. പക്ഷേ അങ്ങനെ ചേരിതിരിഞ്ഞ് ആക്രമിച്ചിട്ടൊന്നുമില്ല. പ്രസിഡന്റിന്റെ പ്രവർത്തന ശൈലിയെക്കുറിച്ചൊന്നും ആൾക്കാര് അങ്ങനെ എതിർപ്പൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല, ഒറ്റപ്പെടുത്തിയിട്ടുമില്ല. മറിച്ച് ശ്വേത നേതൃത്വത്തിലിരുന്ന് ചെയ്യാൻ കഴിയുമായിരുന്ന ചില കാര്യങ്ങൾ പ്രോപ്പറായി ചെയ്തില്ല. അംഗങ്ങളെ കറക്റ്റ് സമയത്ത് ശാസിച്ചിരുന്നെങ്കിൽ, അവർക്കെതിരെ നടപടി എടുത്തിരുന്നെങ്കിൽ ഇങ്ങനെ പരസ്പരം വിഴുപ്പലക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാമായിരുന്നു എന്നാണ് പല അംഗങ്ങളും സൂചിപ്പിച്ചത്. അതല്ല, ശ്വേത പേരെടുത്ത് പറഞ്ഞിരുന്നു. ബാബുരാജ് ആയിക്കൊള്ളട്ടെ, ഇടവേള ബാബു ആയിക്കൊള്ളട്ടെ, സിദ്ദിഖ് ആയിക്കൊള്ളട്ടെ, കുറ്റാരോപിതർ തിരിച്ചു വരാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായാണ് തന്നെ അടക്കമുള്ള കമ്മിറ്റി രാജിവെക്കേണ്ടി വന്നത് എന്നുള്ളതാണ് ശ്വേത പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും നീക്കമുണ്ടായോ? അല്ല, ഇതില് ആദ്യമേ ഞങ്ങൾ എടുത്ത തീരുമാനം, ഇപ്പോ സുരേഷ് ഇന്നലെ ഉണ്ടായിരുന്നു, ഞങ്ങൾ എടുത്ത തീരുമാനം കുറ്റാരോപിതർ ഭാരവാഹി സ്ഥാനത്തിലേക്ക് വരാൻ പാടില്ല എന്നുള്ളത് ഞങ്ങൾ എടുത്ത തീരുമാനമാണ്. അത് ഏത് സാഹചര്യത്തിലായിരുന്നാലും ശരി. അത് നിങ്ങൾ തന്നെ ചോദിക്കുന്നുള്ള അറിയാം. നിങ്ങൾ ചോദിക്കും, ആദ്യം ചോദിക്കുന്നത് ഇങ്ങനെ കുറ്റാരോപിതനെ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ കമ്മിറ്റിയിൽ എടുത്തത് എന്ന ചോദ്യം മാധ്യമങ്ങളിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും വരുമെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അത്തരത്തിലുള്ള ആരോപണ വിധേയരായിട്ടുള്ള ആരും തന്നെ ഈ അടുത്ത ഇലക്ഷനിലും ഉണ്ടാവില്ല. അത്തരത്തിലുള്ള ആൾക്കാരെ, അത് നിയമമില്ല, നിയമത്തിന്റെ പരിരക്ഷ അവർക്കുണ്ടാകും. പക്ഷെ ധാർമ്മികമായി അത്തരം കുറ്റാരോപിതർ ഒരിക്കലും മത്സരിക്കാൻ പാടില്ല എന്നതാണ് അമ്മയുടെ പൊതു തത്വം. അത് പാലിക്കാൻ ഇനി അടുത്ത ഇലക്ഷനും, ഈ അഡ്വോ കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും കുറ്റാരോപിതർ മാറി നിൽക്കേണ്ടതാണ് എന്നാണ് അമ്മയുടെ പക്ഷം. അല്ല, ക്ഷമിക്കാവുന്നുള്ള കുറ്റം തന്നെയാണ്. പക്ഷേ അങ്ങളുടെ തൃപ്തി എന്ന് പറയുന്നത്, നമ്മൾ കണ്ടുവന്നിരുന്ന ഒരു ശൈലി എന്ന് പറയുന്നത്, അമ്മയുടെ പ്രവർത്തനങ്ങളൊക്കെ ഒരു അടുക്കും ചിട്ടയൊക്കെ ഉണ്ടായിരുന്നു. അത് പെട്ടെന്ന് കുറയുന്നത് കാണുമ്പോൾ, ഈ സംഘടനയിലെ അംഗങ്ങൾ തമ്മിൽ പരസ്പരം വിഴുപ്പലക്കുന്നത് കാണുമ്പോൾ അവർക്കുണ്ടായ ഒരു ധാർമ്മിക രോഷമുണ്ടല്ലോ അംഗങ്ങൾക്ക്. അത് വ്യക്തിപരമായി ശ്വേതയ്ക്കെതിരെയോ കുക്കു പരമേശ്വരനെതിരെയോ ഉള്ള ഒരു രോഷമല്ല. അത് ഭരണ നേതൃത്വം വിചാരിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നമൊക്കെ ഇതിങ്ങനെ തെരുവിലേക്ക് എത്താതെ നോക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ് അമ്മയിലെ അംഗങ്ങളുടെ പൊതുവികാരം. രാവിലെ വന്നത് പ്രസിഡന്റായിട്ടാണ്, തിരിച്ചു പോകുന്നത് ഒരു അംഗം പോലും അല്ലാതെയാണ്. അതായത് അംഗത്തെ പോലും രാജിവെച്ചുകൊണ്ടാണ്. ഇതൊരു പക്വതയില്ലായ്മയാണോ, എന്താണ് അങ്ങയുടെ? അല്ല, അംഗത്വത്തിൽ നിന്നും രാജിവെച്ച് ആ തീരുമാനം ശ്വേത പിൻവലിക്കും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അതെ, അല്ല, പക്വത കുറവെന്ന് പറഞ്ഞിരുന്നാൽ അത് എനിക്ക് അതിനെക്കുറിച്ച് മറുപടി പറയാനുള്ളത്, ശ്വേത ആ തീരുമാനം പിൻവലിക്കും എന്ന് തന്നെയാണ്. കാരണം അംഗത്വം തുടരും തന്നെയാണ് എന്റെ വിശ്വാസം. അല്ല, തെറ്റിതിരുത്താനുള്ള അവസരം കൊടുക്കാമായിരുന്നു എന്ന പക്ഷം ഉണ്ടായിരുന്നു. ഭൂരിഭാഗം അംഗങ്ങളും അതാണ് പറഞ്ഞത്. അങ്ങനെ തെറ്റിതിരുത്താൻ ഒരു അവസരം കൊടുക്കാമെന്ന അഭിപ്രായമുള്ളവരും ഉണ്ടായിരുന്നു. പക്ഷെ അതിനു മുമ്പ് ഈ കുറച്ച് എതിർപ്പ് വന്നപ്പോൾ ശ്വേത രാജിയിലേക്ക് പോവുകയായിരുന്നു. അപ്പൊ കൂടുതൽ ഒരു രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ അവിശ്വാസ പ്രമേയം പാസ്സാകുകയാണെന്നുണ്ടെങ്കിൽ അത് അമ്മയുടെ ഇമേജിന് വളരെ ക്ഷീണം തട്ടുമായിരുന്നു. കാരണം സ്ത്രീകൾ നേതൃത്വം നൽകുന്ന ഭരണസമിതിയെ അവിശ്വാസത്തിലൂടെ പുറത്താക്കി എന്നൊരു സാഹചര്യം വ്യക്തിപരമായി ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. ഞാൻ പരമാവധി ശ്രമിച്ചത് ഒരു ഒത്തുതീർപ്പിനാണ്. മറ്റൊരു ആരോപണം പറയുന്നത്, രാവിലെ മുതൽ തന്നെ ഗൂഢാലോചന നീക്കങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് രജിസ്ട്രേഷൻ ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് മാറ്റി, തൊട്ടടുത്തേക്ക് മാറ്റി. അതൊക്കെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. അത്തരത്തിലുള്ള ഗൂഢാലോചന ഇല്ല കേട്ടോ. ഈ അസംതൃപ്തിയും എല്ലാം അംഗങ്ങൾക്ക് പലർക്കും ഉണ്ടായിരുന്നു. അപ്പൊ ഗൂഢാലോചന ഇല്ല. അത് നിയമപരമായി തന്നെയാണ്. ഈ സംഘടനാ നേതൃത്വത്തിനെതിരായി ഒരു പ്രിന്റ് ചെയ്ത ഒരു ആരോപണം, അത് വെച്ചിട്ട് ഒരു പാംഫ്ലെറ്റ് കൊടുത്തിരുന്നു എല്ലാ അംഗങ്ങൾക്കും. വായിച്ച് നിങ്ങൾക്ക് ന്യായമാണെന്ന് തോന്നുന്നെങ്കിൽ മാത്രം നിങ്ങൾ ഈ അവിശ്വാസവുമായി സഹകരിക്കുക എന്ന അർത്ഥത്തിലാണ് ഒപ്പിടി വെച്ചത്. എല്ലാവർക്കും കൊടുത്തിരുന്നു. ഇത് വായിച്ചു നോക്കുക.
ഇതിൽ കുറെ പോയിന്റുകൾ ഞങ്ങൾക്ക് നിരത്താനുണ്ട്. അതിൽ ഗൂഢാലോചന എന്ന് പറയാൻ കഴിയില്ല. കഴിഞ്ഞ കാല സമിതിയുടെ പ്രവർത്തനത്തിന് അതൃപ്തരായിരുന്നു എന്നുള്ളത്. അഡ്ഹോക് കമ്മിറ്റിയിലെ പേര് ഒരു 9 പേരാണുള്ളത്. എനിക്ക് അതിനകത്ത് പിഷാരടിയാണ് മെയിൻ കൺവീനറായിട്ട് എടുത്തിരിക്കുന്നത്. പിന്നെ KB ഗണേഷ് കുമാറുണ്ട്. പിന്നെ കുറേ ആൾക്കാരെ എനിക്ക് എൻ്റെ പേര് ഞാൻ ഓർക്കുന്നത് 9 പേരാണ് എടുത്തിരിക്കുന്നത്. അതിപ്പോൾ ഒരു 6 മാസത്തെ ഒരു കാലാവധി വെച്ചിട്ടാണ് ഡിസൈഡ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടൊരു ജനറൽ ബോഡി മീറ്റിംഗ് വെച്ചിട്ട് ഇലക്ഷൻ കണ്ടക്ട് ചെയ്തിട്ട് അതിനെ വർക്കൗട്ട് ചെയ്യാമെന്നുള്ള ഒരു ഐഡിയയിലാണ് ഇരിക്കുന്നത്. അത് ആർക്കും ദോഷകരമായിട്ട് വരത്തക്ക രീതിയിലൊന്നും അല്ല ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നത്. ഈ പ്രസിഡന്റ് പുറത്തു പോകാതെ നോക്കേണ്ടതായിരുന്നില്ലേ? പ്രസിഡന്റ് അത് അവരുടെ ഭാഗത്ത് നിന്ന്, അതായത് നേരത്തെ പറഞ്ഞു, കുറച്ച് പിഴകൾ അവരുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിവതും ഡിസ്കഷനിൽ കൂടി നമ്മൾ ശ്രമിച്ചതാണ്. പക്ഷെ അത് എന്തുകൊണ്ടോ അവരുടെ ഭാഗത്തു നിന്നുണ്ടായ സംസാര രീതിയിൽ വ്യത്യാസങ്ങൾ വന്നതുകൊണ്ടായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനെപ്പറ്റി അവരെ കുറ്റം പറയാനും പറ്റില്ല. പിന്നെ പ്രസിഡന്റ് ശോഭാമേനൊരു പുതിയ ഒരാളല്ലേ, അപ്പോൾ അതിൽ വരുന്ന ഇത് പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം. പക്ഷെ അത് കുറച്ച് വല്ലാത്ത രീതിയിൽ എല്ലാവർക്കും എഫക്റ്റ് ചെയ്യും, അവരുടെ സംസാര രീതികളും ശൈലികളൊക്കെ. അതുകൊണ്ടായിരിക്കണം അതങ്ങനെ വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ അതിപ്പോൾ അവർക്കും ദോഷകരമായിട്ടുള്ള രീതിയിലല്ലല്ലോ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഒരു അഡ്ഹോക് കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ടു ഒരു ഇതാണ്. അപ്പോൾ അവർക്കൊരു 6 മാസം, ചിലപ്പോൾ 6 മാസം വരെ പോകേണ്ടി വരില്ല. അതിനു മുമ്പ് ഒരു ജനറൽ ബോഡി മീറ്റിംഗ് കൂടിയിട്ട് അത് ശരിയായിട്ടുള്ള ആൾക്കാരെ സെലക്ട് ചെയ്തെടുക്കും. അതിനകത്ത് വലിയ വ്യത്യാസങ്ങളൊന്നും വരിക. കാരണം അത് ആരെയും മോശമായിട്ടുള്ള രീതിയിലല്ല ചിത്രീകരിച്ചിരിക്കുന്നത്. ഉന്നയിച്ച പ്രശ്നങ്ങളൊക്കെ ഇന്ന് വന്നിരുന്നു. എല്ലാം പറഞ്ഞു. അൻസിബ ഉദ്ദേശിച്ച് ഇതെല്ലാം വന്നായിരുന്നു. ഓക്കെ, താങ്ക് യു.